ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ്, പ്രീവിയസ് ക്വസ്റ്റൻസ്, ചാപ്റ്റർ സ്റ്റഡീസ്, 1 മാർക്ക് ക്വസ്റ്റൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകളും തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോയിലേക്ക്. +2 ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ ബ്രിക്സ്, ബീറ്റ്സ് ആൻഡ് ബോൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഫോളോയിങ് ഹിൻസ്. ചൂടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനമാക്കി ഹാരപ്പൻ സിവിലൈസേഷന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, അതുപോലെ സിറ്റാഡൽ എങ്ങനെയാണ്, അതുപോലെ മോഹൻജദാരോ ഒരു പ്ലാൻഡ് അർബൻ സെൻറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ്, അവിടുത്തെ സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യമാണ്. ഈ ഒരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻഡസ് വാലി പീപ്പിൾ വെയർ എക്സലന്റ് ഇൻ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. ടു സബ്സ്റ്റാൻഷിയേറ്റ് ദി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ആൻ എസ്സേ. അതായത് ഇൻഡസ് വാലിയിലെ ജനങ്ങൾ ക്രാഫ്റ്റ് പ്രൊഡക്ഷനിൽ എക്സലന്റ് ആണ്, മികച്ച നിലവാരത്തിലാണ് അവരുടെ ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്തെല്ലാമാണെന്ന് ഉൾപ്പെടുത്തിയിരിക്കണം, അവിടുത്തെ പ്രൊക്യൂർഡ് മെറ്റീരിയൽസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ്റെ സെന്റേഴ്സിനെ പറ്റിയൊക്കെ പഠിച്ചു വേണം എഴുതേണ്ടത്. ഇതും 8 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ആണ് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. ചൂട് നൽകിയിരിക്കുന്നത് വിശദീകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, അശോകാസ് ദമ്മ. അശോകാസ് ദമ്മ എന്താണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെഴുതേണ്ടതാണ്. അതുപോലെ തന്നെ ഇൻസ്ക്രിപ്ഷൻ എവിഡൻസിന്റെ ലിമിറ്റേഷൻസ്, പോരായ്മകൾ എന്തെല്ലാമാണെന്നും പഠിച്ചെഴുതേണ്ടതാണ്. ഇതും 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. അതായത് മൗര്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സവിശേഷതകൾ, പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. അവരുടെ പ്രധാനപ്പെട്ട 5 പൊളിറ്റിക്കൽ സെന്റേഴ്സ് എന്തെല്ലാമാണ്, അവരുടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനെ പറ്റി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അശോകാസ് ദമ്മ പോളിസി, അശോകയുടെ ദമ്മ പോളിസി നയം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡിഡ് മഗധ ബിക്കം ദ മോസ്റ്റ് പവർഫുൾ എമംഗ് ദ 16 മഹാജനപദാസ്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ റൈസ് ഓഫ് മഗധ. അതായത് എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് വന്നത്, 16 മഹാജനപദാസിനിടയിൽ എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും പവർഫുൾ ആയിട്ട് ഉയർന്നു വന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം ഘടകങ്ങളാണ് മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണമായി തീർന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ കിൻഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ എലമെന്റ്സ് ടു ബി കൺസിഡർഡ് ബൈ ഹിസ്റ്റോറിയൻസ് വൈൽ ഹാൻഡ്ലിംഗ് ടെക്സ്റ്റ് ലൈക്ക് മഹാഭാരത. മഹാഭാരത പോലുള്ള ടെക്സ്റ്റ് ചരിത്രകാരന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ എന്തെല്ലാം എലമെന്റ്സ് ആണ്, എന്തെല്ലാം ഘടകങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്, വിലയിരുത്തേണ്ടതെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ഔട്ട് ദ 4 വർണ്ണാസ് മെൻഷൻഡ് ഇൻ ധർമ്മസൂത്രാസ് ആൻഡ് ധർമ്മശാസ്ത്രാസ്. എക്സ്പ്ലെയിൻ ദർ ഐഡിയൽ ഒക്യുപ്പേഷൻസ്. അതായത് ധർമ്മസൂത്രയിലും ധർമ്മശാസ്ത്രത്തിലും പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട 4 വർണ്ണങ്ങൾ എന്തെല്ലാമാണെന്നും അവരുടെ പ്രധാനപ്പെട്ട തൊഴിലുകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, ലിസ്റ്റ് ഔട്ട് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മാരേജസ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതായത് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിവിധ തരത്തിലുള്ള മാരേജസ്, വിവാഹങ്ങൾ എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ജെൻഡർ ആൻഡ് വർണ്ണ ഡിറ്റർമൈൻ ആക്സസ് ടു പ്രോപ്പർട്ടി ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. അതായത് പ്രാചീന ഇന്ത്യയിൽ അവരുടെ പ്രോപ്പർട്ടിയിലുള്ള അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള ആക്സസ് ജെൻഡറിന്റെ ബേസിലും വർണ്ണയിലെ ബേസിലും എങ്ങനെയായിരുന്നെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബുദ്ധാസ് ഫസ്റ്റ് സ്പീച്ച് ഒക്കേർഡ് ഇൻ സാരാനാഥ് നിയർ വാരണാസി. ഹി ടോക്ഡ് അബൌട്ട് ദ എസെൻഷ്യൽസ് ഓഫ് ലൈഫ്. According to him, sorrow is one of the fundamental truth of life. Describe his analysis of sorrow and remedies of the same. അതായത് ബുദ്ധന്റെ ആദ്യ സ്പീച്ച് നടക്കുന്നത് വാരണാസിക്ക് അടുത്തുള്ള സാരനാഥിലാണ്. അദ്ദേഹം സംസാരിച്ചത് ജീവിതത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ദുഃഖം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന സത്യമായി തന്നെ മാറുകയാണ്. ദുഃഖത്തെ പറ്റി അല്ലെങ്കിൽ സോറോയെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇതിനൊരു പരിഹാരം എന്താണെന്നും പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, describe the efforts made by ഷാജഹാൻ ബീഗം ആൻഡ് സുൽത്താൻ ജഹാൻ ബീഗം ടു പ്രിസർവ് സാഞ്ചി സ്തൂപ. സാഞ്ചി സ്തൂപം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഷാജഹാൻ ബീഗവും അതുപോലെ സുൽത്താൻ ജഹാൻ ബീഗവും നടത്തിയ ശ്രമങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ ആൻഡ് സെൻട്രൽ ടീച്ചിങ്സ് ഓഫ് ജൈനിസവും. ജൈനിസവും ബുദ്ധവും നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ മഹായാന ബുദ്ധിസം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. മഹായാന ബുദ്ധിസം എന്താണെന്നും മഹായാന ബുദ്ധിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കണം.
സെക്കൻഡ് ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ സ്തൂപ. സ്തൂപയുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഘടന എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബുദ്ധസംഘ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് ബുദ്ധസംഘയെന്നും ബുദ്ധസംഘയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഫീച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് ചാപ്റ്റർ ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിസ്ക്രൈബ് ദ ട്രാവൽ എക്സ്പീരിയൻസ് ഓഫ് ഇബൻ ബത്തൂത്ത ഓൺ മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിലൂടെയുള്ള ഇബൻ ബത്തൂത്തയുടെ യാത്രാ അനുഭവങ്ങൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കണം. ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡിഡ് ഇബൻ ബത്തൂത്ത ഡിസ്ക്രൈബ് ദ കണ്ടീഷൻ ഓഫ് വുമൺ ആൻഡ് സ്ലേവ്സ് ഇൻ മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയിലെ അടിമത്തവും അതുപോലെ തന്നെ സ്ത്രീകളുടെ അവസ്ഥയും ഇബൻ ബത്തൂത്ത എങ്ങനെയാണ് വിവരിച്ചതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് നെയിം ദ ബുക്ക് ഓഫ് അൽബറൂണി ആൻഡ് ഡീറ്റെയിൽ ഹൗ ഇറ്റ് റെപ്രസെൻറ്റ്സ് മിഡീവൽ ഇന്ത്യൻ സൊസൈറ്റി. അൽബറൂണിയുടെ പുസ്തകം ഏതാണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ പറ്റി വിവരിച്ചിരിക്കുന്നതെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ ഭക്തി സൂഫി ട്രഡീഷൻസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എയർലി ഭക്തി ട്രഡീഷൻസ് ഓഫ് സൗത്ത് ഇന്ത്യ. തെക്കേ ഇന്ത്യയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭക്തി ട്രഡീഷൻസ് എന്തെല്ലാമാണെന്ന് ഡീറ്റെയിൽ ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് കഴിഞ്ഞ വർഷവും ചോദിച്ചൊരു ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വീരശൈവ ട്രഡീഷൻ ഇൻ കർണാടക. കർണാടകയിലെ വീരശൈവയുടെ പ്രാധാന്യം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. 5 മാർക്കിന് പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്പ്ലെയിൻ സൂഫീസ്, അനലൈസ് ദ മേജർ ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ക്യാരക്ടറൈസ് സൂഫിസം ആൻഡ് ഇല്ലസ്ട്രേറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ സൂഫീസ് ആൻഡ് ദ സ്റ്റേറ്റ്. എന്താണ് സൂഫീസ്, അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ ആചാരങ്ങൾ എന്തെല്ലാമാണ്, അവരുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്, ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എന്ന നിലയിലും സൂഫിസവുമായിട്ടുള്ള ബന്ധം എന്തെല്ലാമാണ്, റിലേഷൻഷിപ്പ് എന്തെല്ലാമാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 7th ചാപ്റ്റർ ആൻഡ് ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ബിൽഡിംഗ്സ് ഇൻ ദ റോയൽ സെന്റർ ഓഫ് ദ വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിലെ ബിൽഡിംഗ്സിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടുത്തെ മഹാനവമി ദീപ, അതുപോലെ തന്നെ ഗോപുരംസ് ആൻഡ് മണ്ഡപാസ്, ലോട്ടസ് മഹൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. പല പ്രാവശ്യവും ചോദിച്ചുള്ള ചോദ്യമാണ്. 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അമരനായകാസ് ആൻഡ് ദെയർ ഡ്യൂട്ടീസ്. അപ്പോൾ എന്താണ് അമരനായികയെന്നും അമരനായികയുടെ ചുമതലകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രേഡ് ഇൻ ദ വിജയനഗര എംപയർ. വിജയനഗര സാമ്രാജ്യത്തിലെ വ്യാപാരത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 8th ചാപ്റ്റർ പെസൻസ് സെമിന്ദാർസ് ആൻഡ് ദി സ്റ്റേറ്റ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ വില്ലേജ് പഞ്ചായത്ത് ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്. മുഗൾ കാലഘട്ടത്തിൽ വില്ലേജ് പഞ്ചായത്തിൻ്റെ ഘടന എങ്ങനെയായിരുന്നെന്നും അതിൻ്റെ ഫങ്ഷൻസ് ധർമ്മം എന്തെല്ലാമായിരുന്നെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതുകൂടാതെ അഡീഷണൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ റോൾ പ്ലേഡ് ബൈ വുമൺ ഇൻ അഗ്രേരിയൻ സൊസൈറ്റി. അതായത് കാർഷിക സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്തുമാത്രമായിരുന്നെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് 9th ചാപ്റ്റർ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ Chronicles commissioned by the Mughal empires are an important source for studying the empire and its court. Based on this statement, explain the following stages of production of chronicles: അക്ബർനാമ, ബാദ്ഷാനാമ. അതായത് മുഗൾ ചക്രവർത്തിമാർ നിയോഗിച്ചിരുന്ന വൃത്താന്തങ്ങൾ അവരുടെ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും പഠിക്കുന്നുള്ള ഒരു പ്രധാന ഉറവിടമായിരുന്നു കോടതി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അടിസ്ഥാനമാക്കി അവിടുത്തെ ക്രോണിക്കിൾസിൻ്റെ പ്രൊഡക്ഷൻ്റെ സ്റ്റേജസ് എങ്ങനെയൊക്കെയാണ്, അക്ബർനാമ എന്താണ്, ബാദ്ഷാനാമ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തെഴുതാനൊക്കെ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്. 8 മാർക്കിന് ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ ക്യാപിറ്റൽ സിറ്റീസ് ആൻഡ് ദ കോർട്സ് ഓഫ് മുഗൾ പീരീഡ്. അതായത് മുഗൾ കാലഘട്ടത്തിലെ അവരുടെ ക്യാപിറ്റൽ സിറ്റീസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അവരുടെ കോടതികൾ എന്തെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഇതും മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എക്സാമിൻ ദ ഫീച്ചേഴ്സ് ഓഫ് മുഗൾ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രോണിക്കിൾസ്. മുഗൾ പ്രവിശ്യ ഭരണത്തിന്റെ സവിശേഷതകളും അതുപോലെ തന്നെ ക്രോണിക്കിളിന്റെ പ്രാധാന്യവും എന്തെല്ലാമാണെന്നും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ് 10th ചാപ്റ്റർ കൊളോണിയലിസം ആൻഡ് ദി കൺട്രി സൈഡ്. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഹു വെയർ ജോട്ടേദാർ, ഹൗ ഡിഡ് ദേ ബിക്കം മോർ പവർഫുൾ ഇൻ ദ റൂറൽ ഏരിയാസ് ഓഫ് ബംഗാൾ. ആരാണ് ജോട്ടേദാർമാരെന്നും എങ്ങനെയാണ് അവർ ബംഗാളിൻ്റെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ശക്തരായതെന്നും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതുകൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്ക്രൈബ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് പഹാരിയാസ് ആൻഡ് ദിയർ റിലേഷൻസ് വിത്ത് ഔട്ട്സൈഡേഴ്സ്.
അപ്പം പഹാരികളുടെ ജീവിതശൈലി എങ്ങനെയാണെന്നും അതുപോലെ തന്നെ അവർ പുറത്തുള്ളവരോടുള്ള അവരുടെ ഒരു റിലേഷൻസ് ബന്ധം എങ്ങനെയായിരുന്നു എന്നും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ റൈറ്റ് വാരി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. എന്താണ് റൈറ്റ് വാരി സമ്പ്രദായമെന്നും അവയുടെ സവിശേഷതകളും നോക്കി വച്ചിരിക്കുക. നെക്സ്റ്റ്, 11th ചാപ്റ്റർ റെബൽസ് ആൻഡ് ദ രാജ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിവോൾട്ട് ഓഫ് 1857 വാസ് പർട്ടിക്കുലർലി വൈഡ് സ്പ്രെഡ് ഇൻ അവധ്. അനലൈസ് ദ റീസൺസ്. അതായത് 1857 കലാപം അവധിൽ വ്യാപകമായിരുന്നു. ഇതിൻ്റെ കാരണങ്ങൾ വിശകലനം ചെയ്തെഴുതുക. 8 മാർക്കിനുള്ള 5 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡു ദ വിഷ്വൽ റെപ്രസെൻറ്റേഷൻസ് ടെൽസ് ദ സ്റ്റോറി ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 കലാപം എന്താണ്, നമുക്കൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ പോലെ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ കഥ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഹൗ ദീസ് റെപ്രസെൻറ്റേഷൻസ് വെയർ അനലൈസ്ഡ് ബൈ ദ ഹിസ്റ്റോറിയൻസ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസ് ഹിസ്റ്റോറിയൻസ് ചരിത്രകാരന്മാർ വിലയിരുത്തിയതെന്നും പഠിച്ചു വച്ചിരിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, മാർക്ക് ദ ഫോളോയിങ് പ്ലേസസ് ഓൺ ദ ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഏൻഷ്യൻ ഇന്ത്യ പ്രൊവൈഡ്. അതായത് ചുവടെ നൽകിയിരിക്കുന്ന ഏൻഷ്യൻ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ ചുവടെ നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ഡൽഹി, മീററ്റ്, കാൺപൂർ, ഝാൻസി, ലക്നൗ, അതുപോലെ തന്നെ അവധ് തുടങ്ങിയ സ്ഥലങ്ങളാണ്. അത് നിങ്ങൾ ഔട്ട്ലൈൻ മാപ്പിൽ മാർക്ക് ചെയ്യാൻ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, 12th ചാപ്റ്റർ മഹാത്മാഗാന്ധി ആൻഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഇന്ത്യാസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് എന്തെല്ലാമായിരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ ഉൾപ്പെടുത്തണം? മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ആദ്യകാലത്തുണ്ടായിരുന്ന സമരങ്ങളെ പറ്റി ഉൾപ്പെടുത്തിയിരിക്കണം. നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയെല്ലാം ഉൾപ്പെടുത്തി വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ജാലിയൻവാല ബാഗ് മസക്കേർ. അതായത് ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയുടെ പശ്ചാത്തലം എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, 13th ചാപ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് പാർട്ടീഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാബിനറ്റ് മിഷൻ ആൻഡ് ഇവാലുവേറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് എഫക്ട്സ്. അപ്പോൾ എന്താണ് ക്യാബിനറ്റ് മിഷൻ എന്നും അതുപോലെ തന്നെ ഇന്ത്യ വിഭജനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലം എന്തെല്ലാമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അതിനുശേഷമുള്ള എഫക്ട്സ്, അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്, പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണെന്നൊക്കെ പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇല്ലസ്ട്രേറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഓറൽ ഹിസ്റ്ററി. അതായത് വാക്കാലുള്ള ചരിത്രത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ ദോഷങ്ങൾ എന്തെല്ലാമാണെന്നും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ്, 14th ചാപ്റ്റർ പ്രീ മോഡേൺ കേരള. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ നാടുവാഴി സ്വരൂപം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് നാടുവാഴി സ്വരൂപമെന്നും നാടുവാഴി സ്വരൂപത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും പഠിച്ചിരിക്കേണ്ടതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിനൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണിത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ മൾട്ടിപ്പിൾ സബ്സ്റ്റൻസ് ഫോംസ് ഓഫ് 5 തിനാസ് മെൻഷൻഡ് ഇൻ സംഘം ലിറ്ററേച്ചർ. അതായത് സംഘം ലിറ്ററേച്ചർ അല്ലെങ്കിൽ സംഘസാഹിത്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട 5 തിനകൾ എന്തെല്ലാമാണ്, അവ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ രൂപങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് കൂടാതെ അഡീഷണൽ ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രിപ്പയർ എ നോട്ട് ഓൺ സംഘം സൊസൈറ്റി. അപ്പോൾ എന്താണ് സംഘം സൊസൈറ്റി എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് എക്സിസ്റ്റഡ് ഇൻ ഏൻഷ്യൻ കേരള. അതായത് പ്രാചീന കേരളത്തിൽ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നെക്സ്റ്റ്, 15th ചാപ്റ്റർ കേരള ടുവേഡ്സ് മോഡേണിറ്റി. ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, പ്രിപ്പയർ എ നോട്ട് ഓൺ അയ്യങ്കാളി. അപ്പോൾ അയ്യങ്കാളിയെ പറ്റി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അനലൈസ് ദ റെസിഡൻസ് മൂവ്മെന്റ് ഓഫ് പഴശ്ശിരാജ ആൻഡ് പാലിയത്തച്ഛൻ. അതായത് പഴശ്ശിരാജയുടെയും പാലിയത്തച്ഛൻ്റെയും ചെറുത്തുനിൽപ്പ് എങ്ങനെയൊക്കെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. മുൻ വർഷങ്ങളെല്ലാം ചോദിച്ചുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വാസ് ദ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം ഇൻ 1792. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്തെല്ലാമാണെന്നും നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഹിസ്റ്ററിയുടെ പബ്ലിക് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചൂട് ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാതെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.